ഇപ്പൊ നമ്മളുള്ളത് ബറോഡയിലെ സ്പെഷ്യൽ ഒരു സ്ഥലത്താണ്. ഷബീർ ഓംലെറ്റ് സെന്ററിലാണ്. ചേട്ടന്റെ ഒരു സ്പെഷ്യൽ റേസ് ആണ് ആക്ച്വലി. അതായത് പല തരം ഓംലെറ്റ്സ് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. നമുക്കിന്ന് അതിന്റെ ചില വെറൈറ്റീസ് ഒക്കെ നമുക്കിന്ന് ട്രൈ ചെയ്യാം. ഞങ്ങളിപ്പോ ഇവിടെ ഇരിക്കുന്നത് ഷബീർ ഓംലെറ്റ് സെന്ററിലാണ്. ഞാൻ ലൈവായിട്ട് ഇങ്ങനെ ഒരുപാടൊന്നും വന്നിട്ടില്ല, വളരെ കുറവാ വരാറ്. ഇത് മെയിൻ ആയിട്ട് വിനയച്ചേട്ടന്റെയും ഫ്രണ്ട്സിന്റെയും സ്പോട്ടാണ്. ഞാൻ വളരെ കുറവാണ് വന്നിട്ടുള്ളത്, എനിക്കൊന്ന് 1-2 പ്രാവശ്യം. അല്ലാത്തപ്പോ പാർസൽ നമ്മൾ മേടിക്കത്തതേ ഉള്ളൂ. അപ്പൊ ഇന്ന് നമുക്ക് ലൈവായിട്ട് എക്സ്പ്ലോർ ചെയ്യാം എന്തൊക്കെയാണെന്നുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് ചേട്ടനോട് തന്നെ ചോദിക്കാം എന്താണ്. ഇതൊന്നും ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ എല്ലാ ഐറ്റംസും ഒക്കെ വന്നോണ്ടേ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് വെച്ചു. പക്ഷെ കഴിക്കാനുള്ള പോരാ. ഏതൊക്കെ ഐറ്റംസ് ആണെന്ന് പേര് എനിക്ക് അറിയത്തില്ല. നമുക്ക് ചേട്ടനോട് ചോദിച്ചു മനസ്സിലാക്കാം ഇതിന്റെ പേരെന്തൊക്കെയാണ്. കമോൺ. ഫസ്റ്റ് ഐറ്റം ദിസ് ഈസ് ചീസ് മലായി റോൾ. ഇതാണ് ചീസ് മലായി റോൾ. എഗ് ഇതെല്ലാം ഇവിടെ ഉള്ള എല്ലാ നമുക്ക് ഡിഷസ് എഗ് കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഓൾമോസ്റ്റ് ഒരു 150 to 200 ഡിഷസ് ഉണ്ട് ഇവിടെ മെനു. സോ ഫുൾ 150 ഡിഷസ് നമുക്ക് കഴിച്ചു തീർക്കാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള സെലക്ടഡ് 2-3 ഡിഷ് നമുക്ക് ട്രൈ ചെയ്യാം. സോ ദിസ് ഈസ് ചീസ് മലായി റോൾ. ഇത് ചീസ് അഫ്ഗാനി. ഇത് ചീസ് എഗ് അനാമിക. Oh my god. പിന്നെ ഇതിന്റെ കൂടെ കഴിക്കാനുള്ള ബ്രെഡ്സും കുറച്ച് സോസസും നമുക്ക് കുറച്ച് അനിയൻസും കാര്യങ്ങളും ഉള്ളത്. യെസ്, എനിക്ക് കൺട്രോൾ ഇല്ല, പെട്ടെന്ന് കഴിക്കാം. അഭിനയിക്കണമായിരിക്കും. ഒരു രക്ഷയില്ല. എല്ലാത്തിന്റെയും ടേസ്റ്റ് വേറെ ആയിരിക്കും കേട്ടോ. മുട്ടയാണെങ്കിലും ഇത് എല്ലാത്തിന്റെയും ടേസ്റ്റ് വേറെയാണ്, ഒരേപോലെ അല്ല. അടിപൊളി. അപ്പൊ ഇനി കഴിച്ചിട്ട് കാണാം. ബൈ. യെസ്, അപ്പോ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വയറൊക്കെ പൂട്ടി നിൽക്കുകയാണ്. നല്ല രീതിക്ക് ഭക്ഷണം കഴിച്ചു. ഇന്ന് 1 വെറൈറ്റീസ് ഓഫ് ഓംലെറ്റ് ആട്ടോ. എന്തൊക്കെയാ കഴിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അഫ്ഗാനി ഓംലെറ്റ്, പിന്നെ അനാമിക ഓംലെറ്റ്, റോൾ ഓംലെറ്റ്, എന്തൊക്കെയോ കഴിച്ചു. അതെ, കുറെ പേരുണ്ട്, നമുക്കത് കൺഫ്യൂഷൻ ആണ്. പക്ഷെ ഇവിടെ വന്നോണ്ട് നമുക്ക് മെനു ഒന്നും നോക്കിയില്ലെങ്കിലും ഇവിടെ നിൽക്കുന്ന ചേട്ടന്റെ പേര് ഇർഫാൻ ഭായ് എന്നാണ്. ഇർഫാൻ ഭായിയുടെ അടുത്ത് പറഞ്ഞാൽ മതി നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് തരാൻ വേണ്ടിയിട്ട്. ഇർഫാൻ ഭായ് ഉണ്ടാക്കി തരും കേട്ടോ. മെനുവില് കുറെ ഉണ്ട്, 150+ ഐറ്റംസ് ഉണ്ട് മെനുവില്. 3 ഐറ്റംസിലൊക്കെ വയറ് നിറയും കേട്ടോ. ഞങ്ങളിപ്പോ 3 പേരാ വന്നത്, പക്ഷെ അതിൽ തന്നെ ഞങ്ങളെ വയറൊക്കെ ഓൾമോസ്റ്റ് ഫുള്ളായി. പിന്നെ പേര് ഒന്നുകൂടി ഒന്ന് ഓർത്തു വെച്ചോളൂ, സാബീർ ഓംലെറ്റ് സെന്റർ ആണ്, ഷബീർ അല്ല കേട്ടോ. ഇറ്റ് ഈസ് സാബീർ ഓംലെറ്റ് സെന്റർ. ഇവിടെ നിൽക്കുന്ന ചേട്ടന്റെ പേര് ഇർഫാൻ എന്നാണ്. ഒരിക്കലെങ്കിലും ബറോഡയിൽ വരുവാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് സാബീർ ഓംലെറ്റ് സെന്ററിൽ ട്രൈ ചെയ്യാം. ഇതിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് മുട്ട കൊണ്ട് മാത്രം 150 ഐറ്റംസ്. നമ്മളിപ്പോ ഒരു ദോശ സെന്ററിലൊക്കെ പോകുമ്പോഴത്തേക്കിനും ദോശ കൊണ്ടിട്ടുള്ള വെറൈറ്റീസ് നമ്മൾ കേട്ടിട്ടില്ലേ, അതേ രീതിക്കാണ് ഇവിടെ മുട്ടയുടെ ഐറ്റംസ് വരുന്നത്. ബറോഡയിലെ എന്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ്. ഞാനത് ഏട്ടനെയും കൂടെ കൊണ്ടുവന്ന് എക്സ്പ്ലോർ ചെയ്യിപ്പിച്ചെന്നേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും, പിന്നെ ഞങ്ങൾ പാഴ്സൽ മേടിക്കും. പക്ഷെ ഇവിടെ ചൂടോടെ ഇരുന്ന് കഴിക്കുന്നതിന്റെ ഒരു സ്പെഷ്യാലിറ്റി അത് വേറെ തന്നെയാണ്. സാബിർ ഓംലെറ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ ആജോർ റോഡിൽ 2 ഉള്ളൂ. ഒന്ന് ഇവിടെയും ഉണ്ട്, ഒന്ന് തൊട്ടപ്പുറത്തും ഉണ്ട്. വേറെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന റെസ്റ്റോറന്റ് ഫെസിലിറ്റി ആണ്. നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും വേറൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പൊ ബൈ.